ഹലോ ഗൈസ്, അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ഒരു എവിഷൻ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രാവശ്യം സാറ്റർഡേ സൺഡേ ആയിട്ട് രണ്ടുപേരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ദിവസം ഔട്ടായത് നമ്മുടെ അപ്സരയാണ്. അപ്സരയെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്സരയെ സംബന്ധിച്ചിടത്തോളം അപ്സര വന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കളിച്ചിരുന്ന ഒരു പ്ലെയറാണ്. തീർച്ചയായും ടോപ്പ് 5 എത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു പ്ലെയറായിരുന്നു. കാരണം അത്രയും സ്ട്രോങ് ആയിരുന്നു, അത്രയും സ്ട്രോങ് നിലപാടുകളും സംസാരത്തിലാണെങ്കിലും ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചിരുന്ന ഒരാളായിരുന്നു അപ്സര. പക്ഷേ പതിയെ പതിയെ ആൾ ചെറുതായിട്ട് ഇടയ്ക്ക് ഒരു ബാക്കിലോട്ട് പോയെങ്കിലും അത്ര മോശമില്ലാതെ തന്നെ കളിക്കുന്നതായിരുന്നു. അപ്സരയ്ക്ക് തന്നെ ആക്ച്വലി അതൊരു ഷോക്കായിപ്പോയി. അപ്സരയുടെ എവിക്ഷൻ അപ്സര ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതായിരുന്നില്ല. അത് നമുക്ക് ആ എവിക്ഷൻ റൗണ്ടിൽ അപ്സര എവിക്റ്റഡെന്ന് കാണിക്കുമ്പോൾ അപ്സരയുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം സെക്കൻഡ് ഡേയിൽ ഔട്ടായിരിക്കുന്നത് അൻസിബയാണ്. അൻസിബയെ സംബന്ധിച്ചിടത്തോളം അൻസിബയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇതുവരെ മൊത്തം 9 നോമിനേഷനിൽ വന്ന് 9 പ്രാവശ്യം എവിക്ഷൻ പോസിബിലിറ്റി ഉണ്ടായിരുന്നിട്ടും രക്ഷപ്പെട്ടു പോയ ഒരാളാണ് അൻസിബ. അൻസിബ ആക്ച്വലി ഒരു ഗെയിമറായിട്ടല്ല അവിടെ നിന്നിരുന്നത്. അൻസിബ സ്വന്തം ഒരു ലൈഫ് എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നത്. ഒട്ടും ഫേക്കായിട്ട് നിന്ന ആളല്ല. വളരെ വ്യക്തമായിട്ട് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട നിലപാടുകൾ പറഞ്ഞിട്ടുള്ള ആളാണ്. അല്ലാതെ അനാവശ്യമായിട്ട് ഒരാളായിട്ട് വഴക്കുണ്ടാക്കാനോ അടിപിടിക്കോ അങ്ങനെ കാര്യങ്ങൾക്കോ ഒന്നും പോകുന്ന ആളായിരുന്നില്ല. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അൻസിബേനെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം ആസ് എ പേഴ്സൺ ആളൊരു നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. എല്ലാ കാര്യവും ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൾ പോയിൻ്റ് ടു പോയിൻ്റ് ആയിട്ട് കറക്റ്റ് ആ ഒരു പോയിൻ്റ്, ഒരു സെൻറ്റൻസ് പറയില്ലെങ്കിൽ അതിൽ കറക്റ്റ് ആ പോയിൻ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷേ ഗെയിമറായിട്ട് നിന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളെ ബിഗ് ബോസ് ഹൗസിൽ ആൾ തന്നെ എല്ലാ എവിക്ഷൻ റൗണ്ടിലും വരുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഒരിക്കലും ഗെയിമറായിട്ടല്ല നിൽക്കുന്നത്, എനിക്ക് ഗെയിം അറിഞ്ഞൂടാ എന്നും പറയുന്നുണ്ട്. പക്ഷേ എനിവേ ഈ പ്രാവശ്യത്തെ ജനവിധി പ്രകാരമായിരിക്കാം നമ്മുടെ അൻസിബയും കൂടെ ഔട്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 പേര് അപ്സരയും അൻസിബയാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത്.